ഹായ്, ഞാൻ thesnimazeez. ഇന്നത്തെ റെസിപ്പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാതൃഭൂമി സീരീസിൽ വരുന്നത് തന്നെയാണ്. റംസാൻ സീരീസിൽ വരുന്നതാണ്. ഗൃഹലക്ഷ്മിയിലും മാതൃഭൂമി ഒരു റംസാൻ സ്പെഷ്യൽ സപ്ലിമെൻറ്റിലും വരുന്ന റെസിപ്പി, കുറേ റെസിപ്പി കൊട്ടുണ്ടായിരുന്നു. അടുത്ത ഒരു റെസിപ്പിയാണ് അത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചില്ലി ചിക്കൻ പാക്കറ്റ്സ് ആണ്. അപ്പോൾ ചില്ലി ചിക്കനെ പോലെ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ സമൂസയിൽ ലീഫിൽ സ്റ്റഫ് ചെയ്തിട്ട് വരുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഒരു മുട്ട, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ക്രഷ്ഡ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ചിക്കനൊക്കെ ചേർക്കാനുള്ളതാണ്, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കാൻ. വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒന്ന് ചിക്കൻ ചേർത്തിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം. ഇതിലേക്ക് ചെറുതാക്കി ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. ഒരു 250 ഗ്രാം ചിക്കൻ ഉണ്ട്, എല്ലില്ലാതെ മുറിച്ചെടുത്ത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കണം, ഉപ്പില്ലെങ്കിൽ ഇപ്പോൾ ചേർക്കാം. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ചില്ലി ഗാർലിക് സോസ് ആണെങ്കിൽ ഗാർലിക് ചേർക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക്. ചെറിയ തീയിലാണ്. ഇനി പെപ്പർ പൗഡർ ഒരു 1/4 ടീസ്പൂൺ മതി. പെപ്പർ പൗഡർ, പാപ്രിക്ക പൗഡർ 1 ടീസ്പൂൺ, പാപ്രിക്ക പൗഡർ ആണ്. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു പിഞ്ച് ഷുഗർ. നല്ല സോൾട്ടി ആണ് സോയാ സോസ്, എന്നാലും കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. വളരെ കുറച്ച് ഉപ്പ്. ഇതിലേക്ക് ഇനി capsicum, ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതാണ്. ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക്, ഞാൻ തീ കുറച്ച് വെച്ചിട്ടുള്ളത്, അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ. സോസ് എല്ലാം ഈ ചിക്കൻ ഫ്രൈയിലേക്ക് നല്ല പിടിച്ച് വരണം, നല്ല തിക്കാവണം. ഇതിലേക്ക് ഇനി സ്പ്രിംഗ് ഓണിയൻ ചെറുതാക്കി മുറിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ. നല്ല തിക്കായി ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നത്.
ഒരു സമൂസ ലീഫ് വെച്ചു. കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തു, പേസ്റ്റ് പോലെ ആക്കിയതാണ്. നമുക്ക് ഇവിടെ എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഞാനൊരു 10 പാക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 2 പാക്കറ്റിനുള്ളതും കൂടി ബാക്കിയുണ്ട്. 10 പാക്കറ്റാണ് ഞാൻ ചെയ്തത്. ശരിക്കും ഇത് നന്നായിട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത്ര നിങ്ങൾ ഫില്ല് ചെയ്യാതെ ചെയ്യണതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കത് ഒരു ബോക്സിലാക്കി ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്തെടുത്ത് ഫ്രൈ ചെയ്താൽ മതിയാവും. നമുക്കിനി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മറിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിലാവുമ്പോൾ കോരിയെടുക്കാം. ബാക്കിയുള്ള കൂടെ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവരെല്ലാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലൈൻ ക്ലാസ്സാണ്, വീഡിയോ ക്ലാസ്സാണ്. ഞാനല്ല ചെയ്യുന്നത്, നിങ്ങളാണ് കുക്ക് ചെയ്യണത്. ഒരുപാട് പേര് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഒരുപാട് പേര് എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എന്താ പറയുക ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസാണ് താഴെ കാണുന്നത്. അതിൽ നോക്കി നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് വേണ്ടതെന്ന് വെച്ചാൽ അത് വെച്ച് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്തെടുത്ത് ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? സിമ്പിൾ റെസിപ്പി അല്ലേ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ. നേരത്തെ ഉണ്ടാക്കിയിട്ട് വെക്കുക, നമുക്ക് ആവശ്യമുള്ള സമയത്തെടുത്ത് ഫ്രൈ ചെയ്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമാവും, എന്തായാലും ഇഷ്ടമാവും.